നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ മത്സരത്തിൽ എൻ്റെ ടീം നടത്തിയ എല്ലാ നീക്കങ്ങളിലും എല്ലാ പ്രകടനത്തിലും ഞാൻ ഹാപ്പിയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ മികച്ച പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. എൻ്റെ ടീമിനെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ഇന്റർ മിലാനുമായിട്ട് സമനിലയിൽ പിരിഞ്ഞ ശേഷം മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ച് പെപ് ഗാർഡിയോള പറഞ്ഞ വാക്കുകളാണ് അത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഈ സീസണിൽ അവരുടെ ആദ്യ മത്സരം ഇത്തിഹാദിൽ നടന്നപ്പോൾ ഇന്റർ മിലാൻ സമനിലയിൽ പൂട്ടിയിരിക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റിയെ. സംഗതി പെപ്പ് പറഞ്ഞത് ശരിയാണ്. വലിയ ആധിപത്യം മത്സരത്തിൽ പുലർത്തിയത് മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ്. പക്ഷെ പന്ത് വലയിലേക്ക് എത്തിക്കാൻ അവരുടെ വിഖ്യാതമായ മുന്നേറ്റ നിരക്ക് കഴിയാതെ പോയി. ഏർലിംഗ് ഹാലൻഡിനെ മുന്നിൽ നിർത്തി. ഒപ്പം ജാക്ക് ഗ്രീലിഷ്, കെവിൻ ഡി ബ്രൂയിനെ, ബെർണാഡോ സിൽവ, സാവിയോ, അങ്ങനെ പ്രമുഖരെ ഒക്കെ കളിക്കളത്തിലേക്ക് വിട്ടുകൊണ്ട് പെപ് ഗാർഡിയോള അവരെ ഇറക്കിയപ്പോൾ മറുഭാഗത്ത് മെഹദി തെരേമയും തുറാമും ചേർന്നുകൊണ്ടാണ് ഇന്റർ മിലാന്റെ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത്. കളിയില് ഇരു പകുതിയിലും മികച്ച പ്രകടനം നടത്തി എന്ന് പെപ്പ് പറയുന്നത് ശരിയാണെങ്കിലും പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയി സിറ്റിക്ക്. അതുപോലെ ഇന്ററിനും അവരുടെ അവസരങ്ങൾ ഉണ്ടായിരുന്നു, അത് ഗോളാക്കാൻ അവർക്കും കഴിയാതെ പോയി. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരത്തിന് KDB ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുണ്ട്. അദ്ദേഹത്തെ പിൻവലിച്ചിരുന്നു. ഇതുവരെ എത്രത്തോളം പരിക്കുണ്ട് എന്ന് തനിക്ക് വ്യക്തമല്ല, അടുത്ത ദിവസമേ പറയാൻ കഴിയൂ എന്ന് കോച്ച് പെപ്പ് ഇന്നലെ പറയുകയുണ്ടായി. ഏതായാലും പുതുക്കിയ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റിൽ ഓരോ മത്സരവും പരമപ്രധാനമാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അങ്ങനെ ഇരിക്കെ സ്വന്തം മൈതാനത്ത് ഇന്റർ മിലാനോട് സമനിലയിൽ പിരിയേണ്ടി വന്നത് സിറ്റി എങ്ങനെ ബാധിക്കും എന്നുള്ളത് കണ്ടറിയണം. അതേസമയം മറ്റൊരു മത്സരത്തില് PSG ജിറോണക്കെതിരെ അവസാന ഘട്ടത്തിലാണ് വിജയിച്ചു കയറിയത്. PSG സംബന്ധിച്ചിടത്തോളം സ്വന്തം മൈതാനത്ത് അവർക്ക് 3 പോയിന്റ് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. മത്സരത്തിൽ PSG മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഡെംബലെ, അസെൻസിയോ, ബർക്കോള എന്നിവരാണ് ഉണ്ടായിരുന്നത്. മറുഭാഗത്ത് സ്റ്റുവാനിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ജിറോണ കളിക്കാൻ ഇറങ്ങിയത്. കളിയുടെ അവസാന ഘട്ടത്തിൽ ഗസിംഗയുടെ ഓൺ ഗോള് PSG അനുകൂലമായിട്ട് മാറുകയായിരുന്നു. മറ്റൊരു മത്സരത്തിൽ ക്ലബ് ബ്രൂഗയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ബൊറൂസിയ ഡോർട്ട്മുണ്ട് പരാജയപ്പെടുത്തിയത്. അതേസമയം സെൽറ്റിക് വമ്പൻ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. അവര് 5-1 സ്ലോവൻ ബ്രാറ്റിസ്ലാവയെ പരാജയപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ബൊളോഞ്ഞ വേഴ്സസ് ഷാക്ടർ ഡൊണറ്റ്സ്ക് മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചപ്പോൾ സ്പാർട്ട ബ്രാഹ RB സാൽസ്ബർഗിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിട്ടുമുണ്ട്. ഇനി FC ബാഴ്സലോണ ഇറങ്ങുന്ന ദിവസമാണ്. ആഴ്സണലും അറ്റ്ലാന്റയും തമ്മിൽ കളിക്കുന്ന ദിവസമാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് RB ലീപ്സിഗുമായിട്ട് കളിയുണ്ട്. ചുരുക്കത്തിൽ ഇന്നും UCL തീ പറക്കുന്ന പോരാട്ടങ്ങളുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്